തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ ഇടതു ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും രാഷ്ട്രീയ പകപോക്കലിനും കമ്മിറ്റി തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നതിനുമെതിരെ യുഡിഎഫ് തീക്കോയി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ആക്ഷേപങ്ങളില്ലാതെ വളരെ സുതാര്യമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി മികച്ച ഗ്രാമപഞ്ചായത്തായി മുൻപോട്ടു കൊണ്ടുപോയിരുന്ന ഗ്രാമപഞ്ചായത്തിൽ ഇടതുഭരണസമിതി അധികാരത്തിൽ വന്നതോടുകൂടി ഗ്രാമപഞ്ചായത്തിനെ തകർച്ചയിലെത്തിച്ചിരിക്കുകയാണെന്ന് ടോമി കല്ലാനി പറഞ്ഞു. യോഗത്തിൽ ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വി.എം. മുഹമ്മദ് ഇല്യാസ്, പ്രകാശ് പുളിക്കൻ, യുഡിഎഫ് പൂഞ്ഞാർ നിയോജക മണ്ഡലം ചെയർമാൻ മജു പുളിക്കൻ, യുഡിഎഫ് നേതാക്കളായ ജോയ് പൊട്ടനാനി, ഹരി മണ്ണുമഠം, ബേബി മുത്തനാട്ട്, പയസ് കവളംമാക്കൽ, ടി.ഡി. ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ കുട്ടപ്പൻ, റോജി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ.സി. ജെയിംസ്, ഓമന ഗോപാലൻ, ജയറാണി തോമസുകുട്ടി, പി. മുരുകൻ, കൃപ ബിജു, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എം.സി. വർക്കി, റോയി തുരുത്തിയിൽ, യുഡിഎഫ് മണ്ഡലം നേതാക്കളായ രാജേഷ് മുത്തനാട്ട്, സോമി പോർക്കാട്ടിൽ, റോയി മേക്കല്ലായിൽ, ജോസ് കുന്നുംപുറം, ബിജു ആലാനി, ഔസേപ്പച്ചൻ മേക്കാട്ട്, തങ്കച്ചൻ തട്ടാമ്പറമ്പിൽ, മുരളി ഗോപാലൻ, നിസാർ കറുകഞ്ചേരിയിൽ, ചാർലി കൊല്ലപ്പിള്ളി, ബേബി അധികാരം, ജെയ്സൺ വാഴയിൽ, ജോൺ കടപ്ലാക്കൽ, സോണി മാട്ടേൽ, ജോഷി അത്യാലിയിൽ, അജു അമ്പഴത്തിനാക്കുന്നേൽ, ജെയ്സ് കളത്തൂർ, ബിനു ഒട്ടലാങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ സമരത്തിന്റെ ഔചിത്യത്തെക്കുറിച്ച്, ഈ സമരത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച്, ഈ സമരം ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംശയത്തോടെ, ഔത്സുക്യത്തോടെ, ആവേശത്തോടെ എല്ലാ രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകാം. ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചെത്തവാതിരി ജീവിതത്തിൽ ആദ്യമായി ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷം തീക്കോയി പഞ്ചായത്തിൽ 3 വോട്ടിന്റെ പിൻബലത്തിൽ താൽക്കാലികമായി സാങ്കേതികമായി അധികാരം കിട്ടിയപ്പോൾ ഈ അധികാരം ഒരു നൂറ്റാണ്ടിലേക്കുള്ള അധികാരമാണ് തെറ്റിദ്ധരിച്ച് കേരള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും എൽഡിഎഫിന്റെ നേതാക്കന്മാരും ഈ പഞ്ചായത്തിനെ കൈപ്പിടിയിലൊതുക്കി എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തി പഞ്ചായത്ത് ആക്ടിലും മറ്റ് നിയമ നടപടികളും പറഞ്ഞിരിക്കുന്ന മുഴുവൻ തത്വങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാട് തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാമെന്ന രാഷ്ട്രീയ ചിന്തയിലാണ് ഇപ്പോൾ തീക്കോയി പഞ്ചായത്തിൽ അധികാരികൾ ഭരണം നടത്തുന്നത്. കെടുകാര്യസ്ഥതയെക്കുറിച്ചോ ഔദ്യോഗിക മേധാവിത്വത്തെക്കുറിച്ചോ പഞ്ചായത്ത് ഭരണസമിതിയിൽ പാസാക്കാത്ത, അജണ്ടയിൽ വരാത്ത, മിനിറ്റ്സിൽ വരാത്ത വിഷയങ്ങൾ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം മാത്രം സൂചിപ്പിക്കുവാൻ കോൺഗ്രസും യുഡിഎഫും ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തീക്കോയി പഞ്ചായത്തിലെ എൽഡിഎഫിന്റെ ഭരണം ഒരു നൂറ്റാണ്ടിലെ ഭരണമല്ല. നിങ്ങളുടെ തലവെട്ടപ്പനായ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ പിന്തുണയോടുകൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർമ്മിക പിന്തുണയോടുകൂടിയാണ് എന്തു വന്നാലും നേരിടാമെന്ന മട്ടിലാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3 മാസം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അദ്ദേഹത്തിന്റെ പാർട്ടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പാർട്ടി കേരള സ്മാനി ഗ്രൂപ്പ്, എൽഡിഎഫിലെ 3ാമത്തെ കക്ഷി, പൂഞ്ഞാറിൽ കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി നിയോജകമണ്ഡലത്തിന്റെ രാഷ്ട്രീയ സരണി കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന പാർട്ടി, 5 വർഷം ഭരിച്ച, 5 വർഷം നേതൃത്വം കൊടുത്ത എംഎൽഎയുടെ പാർട്ടിക്ക് പൂഞ്ഞാർ നിയോജകമണ്ഡലം ലഭിച്ച എംഎൽഎമാരുടെ കണക്ക്, അല്ലെ പഞ്ചായത്ത് മെമ്പർമാരുടെ കണക്കാർക്കെങ്കിലും അറിയുവാൻ കഴിയുമോ? ഞാനും നിങ്ങളുമൊക്കെ പ്രതീക്ഷിക്കും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞാൽ അവരോടൊപ്പം പഞ്ചായത്ത് മെമ്പർമാരുണ്ടെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ 210 അംഗങ്ങളുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ 210 അംഗങ്ങളുള്ളപ്പോൾ ബിജെപിക്ക് പോലും 20 അംഗങ്ങളുണ്ട്, കോൺഗ്രസിന് 80 അംഗങ്ങളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് 33 അംഗങ്ങളുണ്ട്, പി.സി. ജോർജിന് ബിജെപിക്ക് പോലും 21 അംഗങ്ങളുള്ളപ്പോൾ നിങ്ങൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്ന
13 പഞ്ചായത്തുകൾ മാത്രമാണുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ പരിചപ്പാട് പഞ്ചായത്ത്, പൂഞ്ഞാർ പഞ്ചായത്തിൽ ഒരംഗം പോലും കാപ്പി വാങ്ങിക്കൊടുക്കാൻ ഒരംഗം പോലും മാണി ഗ്രൂപ്പിനില്ല. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഏറ്റവും പഞ്ചായത്തിലുള്ള പ്രകാശ് പുളിക്കന്റെ എരുവേലി പഞ്ചായത്തിൽ സഭാസംഘത്തിൽ ഒരു അംഗം പോലുമില്ല. തൊട്ടടുത്ത കോഴിക്കോട് പഞ്ചായത്തിൽ അംഗം പോലുമില്ല. അദ്ദേഹത്തിന്റെ 2 മെമ്പർമാർ അതിദയനീയമായ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലാ പഞ്ചായത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ആനുകാലിക രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, നിങ്ങൾ മാത്രം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആരാണ് ഭരിക്കാൻ പോകുന്നത്, ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്? ഇന്ന് വരെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടിയോ LDF ഇത്രയും അധപതനം നേരിട്ട, ഇത്രയും രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് പോലും കടന്നു പോയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകത്തളമായ കണ്ണൂരിൽ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ പഴയ ഒരു ഏരിയ കമ്മിറ്റി അംഗം, ഒരു മുൻ ബാങ്ക് ജീവനക്കാരൻ ഉയർത്തിവിട്ട രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് ഇന്ന് വരെ കൃത്യമായ മറുപടി പറയാൻ CPM തയ്യാറായിട്ടില്ല. അവിടെ തീക്കോയി ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ നടത്തുന്ന ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തീക്കോയി ജനാധിപത്യത്തിന്റെ മണ്ണാണ്. തീക്കോയി ഈശ്വരവിശ്വാസികളുടെ മണ്ണാണ്. തീക്കോയി മണ്ണിപ്പണി എന്ന കർഷകന്റെയും തൊഴിലാളിയുടെയും മണ്ണ്. ആ മണ്ണിൽ അബദ്ധത്തിന് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം തേടാൻ വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചത്. ഇതിനാധികാരികമായ വിഷയത്തെക്കുറിച്ചൊക്കെ ശ്രീ ഇല്യാസ് ഇവിടെ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. നമുക്ക് അറിയാം, തീക്കോയി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തുടക്കം വളരെ മോശമാണ്. തുടക്കം മോശമായ പിന്നെ എല്ലാം മോശമാണ്. ഇവര് തുടങ്ങി വെച്ച എല്ലാ പരിപാടിയും മോശമാണ്. ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് തീക്കോയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ബോധ്യപ്പെട്ടൊരു വിഷയം, ആ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, നാടിനോട് പ്രതിബദ്ധതയുള്ള, എന്നും തീക്കോയിക്കാരോടൊപ്പം നിന്നിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അത് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ ഈ പഞ്ചായത്ത് പടിക്കൽ നമ്മൾ സംഘടിപ്പിച്ചത്. ഇവര് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹം. ഇവരുടെ ഈ നയപരിപാടികൾക്ക് മാറ്റമുണ്ടാകണം, ഇവര് നന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടുന്നവർ നന്നായില്ല, നന്നായ ചരിത്രമില്ല എന്ന് നമ്മുടെ നാട് തിരിച്ചറിഞ്ഞിരിക്കുക. 10 കൊല്ലം ഭരിച്ചവർ 10 കൊല്ലം കൊണ്ട് കേരളത്തെ അടിമുടി നശിപ്പിച്ചു എന്ന് നമ്മൾ സാക്ഷ്യമാണ്. നമ്മളെ